കാത്തു നിന്നിട്ട് കാര്യമില്ലെന്ന് പറഞ്ഞില്ലേ? എന്റെ ഈ തൽക്കാലം പണമില്ലെന്നാണോ? മുഴുവനും വേണ്ട, 1 മാസത്തെ ശമ്പളങ്ങളും തരണം. ആവശ്യമുണ്ട്, അതുകൊണ്ടാ. ദേ, ഉള്ളത് തന്നെ എന്റെ വകയിലൊരു പെങ്ങൾക്ക് വീട് വെക്കാൻ വായ്പ കൊടുത്തു. അവളൊന്ന് പച്ച പിടിച്ചോട്ടെന്ന് കരുതി. അതാ പ്രശ്നമായത്. താൻ മറ്റുള്ളവരെ പച്ച പിടിപ്പിക്കാൻ നടന്നോ? ജോലി ചെയ്ത ശമ്പളമാണ് ചോദിക്കുന്നത്. പണം കിട്ടാതെ ഞാൻ പോവില്ല. എന്നാ ഒരു കൊടിയും പിടിച്ച് അവിടെ ഇരുന്നോ. നാണു ഈ ലോകത്ത് ഒറ്റയ്ക്കാണെന്ന് ഒരു കുറിയവർക്കും വിചാരിക്കണ്ട. നാലു മാസത്തെ ശമ്പളം ബാക്കിയുള്ളോ ചോദിച്ചപ്പോ നിങ്ങൾ എന്റെ അച്ഛനോട് കൊടി പിടിക്കാൻ പറഞ്ഞു അല്ലേ? അച്ഛൻ കൊടിക്ക് പകരം വടിയാ എന്റെ തന്നയച്ച്. പറയണോ, ഞാൻ എന്താ ചെയ്യേണ്ടത്? അടിച്ച് നിരപ്പാക്ക് വേലായത് കുട്ടി. ഈ കാര്യത്തിൽ ഒരു ദൈവസഹായം ഉണ്ടാവില്ല. ചാമ്പിക്കോ. എന്റെ പൊന്നു വേലായും കുട്ടി എന്നോട് ക്ഷമിക്കണം, എന്നോട് മാപ്പാക്കണം. അച്ഛനെ നിന്ദിക്കണമെന്ന് കരുതിയല്ല. ആ കാശെല്ലാം കൂടെ കൂട്ടി വെച്ച് മകന്റെ കൈ തരാമെന്ന് കരുതിയ. അച്ഛന്റെ കൈ കൊടുത്ത് അതൊക്കെ കള്ളു കുടിച്ച് നശിപ്പിക്കും മോനെ. എന്നാൽ നേരത്തെ പറഞ്ഞുകൂടായിരുന്നു? അതിന് നിലത്ത് നിർത്തിയിട്ട് വേണ്ടേ? വർക്ക്ഷോപ്പിൽ കയറി ചെന്ന് കുറിവർക്കി കിട്ടേണ്ട പൂശിയെന്നാ കേട്ടത്. ഉറക്കി ആകെ പേടിച്ചിരിക്കുക. ഏതായാലും അത് നന്നായി. അവനെ ഒന്ന് വളഞ്ഞു പിടിക്കാൻ ഞാനൊരു വഴി അന്വേഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇത് ഞാൻ ഏറ്റെടുത്തു. ഈ നാട്ടില് കുറച്ചാളെങ്കിലും എന്റെ ഭാഗത്ത് എനിക്കും വേണം. അങ്ങനെ ഞാനില്ലേ? അയ്യടാ, ആസനത്തിലൊരു കോലും കയറ്റി വെള്ളരിക്കാ കണ്ടത്തി കൊണ്ട് നാട്ടിയാല് കാക്ക വരെ പേടിക്കില്ല. പിന്നെ വേലായുധം കുട്ടി ഒരു മന്ദൻ. സംഭവം ഞാൻ അറിഞ്ഞു. നമുക്ക് പോലീസിൽ ഒരു പരാതി കൊടുത്താൽ എന്താ വർക്ക്? എന്തിന്? വർക്കിയെ പോലൊരു മാന്യന് മാനമായിട്ട് വർക്ക്ഷോപ്പ് നടത്താൻ പറ്റില്ല എന്ന് വെച്ചാ അഹമ്മദില്ലേ അവൻ കാണിച്ചത്? നാലാളറിയട്ടെ അവൻ മഹാ തെമ്മാടിയാണെന്ന്. എന്താ വാസു? അറിയട്ടെ. ഞാനുണ്ടോ തന്റെ കൂടെ? മേനെന്താ തലയ്ക്ക് വട്ടുണ്ടോ? അവൻ നല്ല ഉശിരുള്ള ചെറുപ്പക്കാരനാ. ആ ചെത്തുകാരനെയും കുട്ടികളും അവന്റെ ആ വരവ് കണ്ടപ്പോ തന്നെ എനിക്ക് അവനോട് ബഹുമാനം തോന്നി. ഉള്ള അനുഭവം വെച്ച് ഞാനൊരു കാര്യം പറയാം. അവനോട് ഇടയാൻ നിൽക്കണ്ട. തൻ്റെ മോളെ അവൻ ഉള്ളം കൈയിലാക്കി കീസയിലിട്ടുകൊണ്ട് പോകും. എതിർക്കാൻ നിന്നാൽ നല്ല അസലടിയും കൊള്ളും. തനിക്കൊരു അപകടം ഉണ്ടായിന്ന് അറിഞ്ഞ് ഓടിയെത്തി എന്നെ താൻ അപമാനിക്കുക? അയ്യോ, വർക്കിയുടെ കാര്യം വർക്കി നോക്കിക്കോളാം. ഞാൻ ഈ മീശ ചേർത്തൊന്നും തന്നല്ലോ. ആ ഇതിലും ഭേദം അവൻ അങ്ങനെ ഇട്ട് കണ്ട് തരുന്നതായിരുന്നു. ഒരു നക്കാപ്പിച്ച വർക്ക്ഷോപ്പ് നടത്തുന്ന തീപ്പെട്ടിക്കൊള്ളിയോളം പോന്ന ആ കുറിയ മാപ്പിള കളരിക്കൽ ശങ്കരൻകുട്ടി മേനോൻ അവറുകളെ ഒന്നിരുത്തി. അങ്ങനെ ഒരുത്തൻ ഇരുത്തിയാൽ ഇരുന്ന് കൊടുക്കുന്ന ആളല്ല എന്റെ അങ്ങന്ന്. അതവനറിയില്ല. അവനറിയില്ല അല്ലേ? അവനെ ഞാൻ ഇവിടെ വരുത്തും. നീ നോക്കിക്കോ, ഞാനൊരു കാറ് വാങ്ങും. അതേടാ, ഒരു കാറ് വന്നു എന്നറിഞ്ഞാൽ ഏത് വർക്ക്ഷോപ്പുകാരനും ഈ പഠിക്ക് വരും. ഈ വർക്കി പറന്നു വരും. ഒരു മുതലാളി, നമുക്കൊരു ബെൻസ് തന്നെ മേടിക്കാം. ബെൻസിന് ഇപ്പൊ എന്ത് വരും? ബെൻസിന് ഇപ്പൊ എന്ത് വരും? അല്ല, നമുക്ക് കുഞ്ഞാപ്പനോട് ചോദിക്കാം. അല്ല ദേ, കണ്ടാമോന്ന് ചിന്തിക്കണ്ട, ഉറപ്പിച്ചോ. 8 ഉറുപ്പിക്ക് മോറീസ് പോട്ട് അതിന്റെ ടയർ പോലും കിട്ടില്ല. മുജമ്മ സുഹൃത്തെന്ന് കരുതിയാ മതി. നാളെയോ മറ്റന്നാളോ അമ്മുണിക്കുട്ടിക്ക് ഒരു ആലോചന വരുമ്പോ ഇവൻ മുറ്റത്തങ്ങനെ കിടക്കണം. അതൊരു അന്തസ്സല്ലേ? എന്റെ കമ്മീഷനാ പിന്നെ വന്ന് മേടിച്ചോളാം. സംഗതി ഏറ്റെന്ന് പറ. ഏറ്റു. ഏഴ് ഞാൻ സംഗതി ഉറപ്പിച്ചിട്ടുണ്ട്. ആ പിന്നെ ലോറി കയറി കൊട്ടയിൽ വാരി കൊടുന്ന വണ്ടിയാന്ന് മൂപ്പർക്ക് മനസ്സിലായിട്ടുണ്ട്. ആ, അഡ്വാൻസ് മേടിച്ചോ. നർസ് ബുക്ക് എന്റെ കമ്മീഷൻ അവിടെ വന്ന് മേടിച്ചോളാം. വേഗം സ്ഥലം വിട്ടോ. ശരിയാ, സ്ഥലം വിട്ടോ. സംഗതി എല്ലാം ഭംഗിയായിട്ടുണ്ട്. ആർസ് ബുക്ക് പിടിച്ചോളൂ. 2 കൈ കൊണ്ടും തരൂ. ഇതാ. ഭഗവാനെ. വാസു, ആ വണ്ടി ഒന്ന് തിരിച്ചിട്ടെ. ആ ഓണം തിരിക്കി, 4 ആൾ കേക്കട്ടെ. ശരി. അയച്ചോ. എന്താ അവന്റെ ഒരു കണ്ടീഷൻ? പോണ പോക്ക് കണ്ടില്ലേ, ശരം വിട്ട മാതിരി. ശങ്കരൻകുട്ടി മേനോൻ ഒരു കാര്യം വിചാരിച്ചാൽ അത് നടത്തും. എന്തൊരു ശബ്ദം കേട്ടത്? ഞാനും കേട്ടില്ലോ. കേട്ടുവോ?
ചതിച്ചു അങ്ങനെ വണ്ടി ഇടിച്ചു. ഇടിച്ചു. ഇത്രയും കാലം ഇതിൽ നടന്നിട്ടും അങ്ങനെ ഒരു മരം അവിടെ നിൽക്കണേ ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ഇവനെ ഒറ്റ ഇങ്ങനെ ചെയ്തു. തല്ലരുത്. അയ്യോ. ഭക്ര, എനിക്ക് ആ കടക്കവേ മണ്ണ്. ആ കുട്ടപ്പ, അതിന്റെ പുറയിലുള്ള എല്ലാത്തിനും നോക്കണം കേട്ടോ. നിന്നെ ഞാനിവിടെ ട്യൂട്ടോറിയലാക്കിയാത്തതിന് അമ്മ ഇന്നലെ എന്നോട് പരാതി പറഞ്ഞു. സാരില്ലാന്ന് ഞാനും പറഞ്ഞു. പഠിച്ചിട്ട് ഇപ്പൊ എന്താ കിട്ടുക? ഡിഗ്രി കിട്ടും, അത്രയല്ലേ ഉള്ളൂ. എന്തായാലും എനിക്ക് പ്രൈവറ്റായി പരീക്ഷ എഴുതണം. ഞാൻ പാസ്സാവും. വേലായുധം കുട്ടിയേട്ടൻ ക്ലാസ് എടുക്കുന്ന പ്രശ്നത്തിലല്ലേ അച്ഛൻ എന്നോട് അവിടെ പോണ്ടെന്ന് പറഞ്ഞത്. കുട്ടിയേട്ടൻ ആ ജോലി വേണ്ടാന്ന് വെച്ചു. എന്ന് വെച്ച് നീ രണ്ടാമത് ഇനി അവിടെ പോയി ചേർന്ന അവൻ ഇനിയും തിരിച്ചു വരില്ലെന്ന് ആര് കണ്ടു? അച്ഛൻ അത്രയ്ക്ക് വിഷമാണെങ്കിൽ ഇനി ഞാൻ അവിടെ പോകുന്നില്ല. എനിക്ക് നല്ല വിഷമമുണ്ട്. ആരാ? മേനെ 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 എന്താ? അമ്മണിക്കുട്ടി ഒന്നാട് മാറിക്കോളൂ. ഒരു സ്വകാര്യം പറയാനാ. ആ, ഒത്താലൊട്ടു അമ്മണിക്കുട്ടിക്ക് ഒരു ആലോചന വന്നിട്ടുണ്ട്. ഡോക്ടറാ. എവിടുന്നാ? വടക്കാഞ്ചേരിന്നാ. എസ്റ്റേറ്റ്, അതും റബ്ബർ. ചെക്കൻ MRCP ഡോക്ടർ, അതും ന്യൂയോർക്കില്. എന്റെ അമ്മൂ. എന്നിട്ട് കുട്ടിയേട്ടാ, നടക്കുന്ന കാര്യം വല്ലതുമാണോ കുഞ്ഞപ്പൂ? നടക്കും. അമ്മണിക്കുട്ടി സമ്മതിച്ചാൽ നടത്തുന്ന കാര്യം ഞാൻ ഏറ്റു. സമ്മതിപ്പിക്കുന്ന കാര്യം ഞാനും ഏറ്റു. അമ്മാവന്റെ കണ്ണ് വെട്ടിക്കാൻ ഞാൻ നോക്കിയിട്ട് വേറെ ഒരു മാർഗവുമില്ല. എങ്ങനെയുണ്ട്? തെയ്യം കിട്ടിയ പോലെയുണ്ട്. ജീവിതം തന്നെ ഒരു തെയ്യങ്കളിയല്ലേ? അറിയില്ല. നമുക്ക് എങ്ങോട്ടെങ്കിലും ഓടിപ്പോയാലോ? ഈ കോലത്തിലാ. ഓടിയിട്ട് ഒരു കാര്യമില്ല. ഓട്ടത്തിന് ഞാൻ പണ്ടേ മോശ. പിന്നെ എത്ര കാലം ഇങ്ങനെ? വഴി ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു രക്ഷയില്ലെങ്കിൽ ഞാൻ വിളിക്കുമ്പോൾ നീ ഇറങ്ങി വന്നാൽ മതി. ചെക്കന് കാരണവന്മാര് മൂന്നും അമ്മിണിയെ കാണാൻ നാളെ വരും. വരട്ടെ. അവർക്ക് ബോധിച്ചാ ചെക്കൻ വരും. വരട്ടെ. ഇങ്ങനെ വരട്ടെ വരട്ടെ പറഞ്ഞിട്ട് കാര്യമില്ല. മേനോന് ആന ഉണ്ടെന്ന് ഞാൻ അവരോട് തട്ട് കെട്ടി. അതിനിപ്പോ എന്ത് ചെയ്യും? അതൊന്നും തൊട്ട് നാശാക്കണ്ട. കഷ്ടപ്പെട്ട് കുത്തി നിർത്തിയതാ. ഇല്ല അച്ഛാ. വാസു, നീ മനയ്ക്ക് ചെന്ന് തിരുമേനിയുടെ ആനയെ തളയ്ക്കുന്ന ചങ്ങല ഒന്ന് വായ്പ തരാൻ പറയണം. ഒരു 5-6 ഊരിലൊന്ന് ആനപ്പിണ്ടോ ആയിക്കോട്ടെ. ആ, അത് നല്ലതാ നല്ലതാ. ആ, ചങ്ങല കൊണ്ടുവന്ന് മുറ്റത്തുള്ള മരത്തടി കെട്ടണം. പിന്നെ ഈ പിണ്ടം കൊണ്ടിട്ട് ഒരു ആനച്ചൂര് ഉണ്ടാക്കണത് നല്ലതാ. അതേ വളരെ നല്ലതാ. ആ, അപ്പൊ പിന്നെ നീ ആ പണിക്കാണ്ട് പൊക്കോട്ടെ. ആ, പിണ്ടോ ചങ്ങല്, പിണ്ടോ ചങ്ങല്. ആ, പിണ്ടോ ചങ്ങല്, പിണ്ടോ ചങ്ങല്. കുഞ്ഞാപ്പോ വീടി വാ. മേനോന്റെ ആനയ്ക്ക് നല്ല സുഖം പോരാൻ തോന്നുന്നു. ആ പിണ്ടിയുടെ നാറ്റം എനിക്കങ്ങോട്ട് സഹിക്കണില്ല. ആന നല്ല ഉഷാറല്ലേ? അതെ, കഴിഞ്ഞ ചിങ്ങത്തില് അവൻ ഇത്തിരി മതപ്പാടുണ്ടായി. പിന്നെ ഇന്ന് വരെ മതം പൊട്ടിയിട്ടില്ലേ. അവനെ അനുസരിപ്പിക്കാൻ ദേ ഈ ചെറുവരല് മതി. ആന എവിടെ? കണ്ടില്ലല്ലോ. ആന പിന്നെ കുഞ്ഞപ്പൂ, ആന അതായത് മേയാൻ വിട്ടിരിക്കുക. മേയാനോ? അതെ, ഉച്ചയ്ക്ക് വെള്ളം കുടിക്കാനേ ഇങ്ങ് വരും. കൊടുക്കുമോളെ? അങ്ങോട്ട് കൊടുക്കൂ. എടുക്കൂ. അവിടെ കൊടുക്കൂ. പേര് അമ്മണിക്കുട്ടി എന്ന് തന്നെയല്ലേ? അതെ. രാമചന്ദ്രൻ എന്ന അവന്റെ പേര്. ഞങ്ങൾക്ക് കണ്ട് തൃപ്തിയായാൽ അവൻ വന്ന് കാണാമെന്നാ പറഞ്ഞിരിക്കുന്നത്. ഇനിയിപ്പോ അവനായിട്ട് അമ്മണിക്കുട്ടി ഒരു ചായ കൂടെ ഇടേണ്ടി വരും. ചായ ഇടാൻ ഇവിടെ സമർത്ഥ്യ. രാമേന്ദ്രന് 1-2 ചായ ഇടാൻ ഇവിടെ കിലോ കണക്കിന് പഞ്ചസാരയുണ്ട്, ചായയിലുണ്ട്. രാമേന്ദ്രൻ എന്നാ വരിക? അടുത്ത ബുധനാഴ്ച വന്നോട്ടെ. എന്താ? ആയിക്കോട്ടെ ആയിക്കോട്ടെ ആയിക്കോട്ടെ. ഏത് ദേവേന്ദ്രൻ വേണമെങ്കിലും വന്നോട്ടെ, ഒരു ചുക്കും സംഭവിക്കില്ല മോളെ. നേരാമണ്ണം ചായ ഉണ്ടാക്കി നീ ആ കാർന്നോമാർക്ക് കൊടുത്തോ. അമ്മാവനോട് വാശി കാണിച്ച് വെറുതെ നാറ്റിക്കണ്ട. കല്യാണം കുഞ്ഞാപ്പു എന്നെ കലക്കിക്കോളും. മഹാലക്ഷ്മി ഡസൻ കണക്കിന് ഈ കുടുംബത്ത് വന്ന് കയറിയെന്ന് വിചാരിക്കുക.
അങ്ങനത്തെ ഒരു ബന്ധം അത്. സ്ത്രീധനല്ല എനിക്ക് പേടി. ഇത് നടന്നു കിട്ടിയ കുഞ്ഞാത്തും എന്ത് കമ്മീഷൻ ചോദിക്കുന്ന. അമ്മിണി വെള്ളം ഉണ്ടാക്കുന്ന ഞാൻ വിചാരിച്ചേ. ഒന്നും ഉണ്ടായില്ല, പാവം കുട്ടി. നീ പോടി, അവൾ എന്റെ മോളാ. പിടിക്കുമ്പോ പുളിങ്കൊമ്പ് തന്നെ പിടിക്കണമെന്ന് അവൾ ആരും പഠിപ്പിക്കണ്ട. നങ്ങേലിക്ക് മനസ്സിലായ? ഉവ്വ്. അതൊന്നും മുഖത്ത് നോക്കി പറഞ്ഞേ. ഉവ്വ്. ആ കുഞ്ഞാപ്പൂ കലക്കുമോ മോളെ? കലക്കും. ഇല്ലെങ്കിൽ നമ്മള് കലങ്ങും. പറഞ്ഞില്ലെന്ന് വേണ്ട. ശങ്കരൻകുട്ടി മേനോന്റെ ആനയുടെ പേരെന്താന്നാ പറഞ്ഞേ? വേലായുധം കുട്ടി. അപ്പൊ കൊമ്പനാ? പിന്നെ കൊമ്പില്ലാതെ വേലായുധം കുട്ടി പേരിടോ? എന്താ അമ്മാവ? അപ്പൊ എഴുന്നള്ളത്തിനൊന്നും കൊണ്ടുപോകാറില്ല? അവൻ സ്വയം എഴുന്നള്ളിക്കൊള്ളും. വേലായുധം കുട്ടിക്ക് അത്ര ബുദ്ധിയാ. അവനെ അവിടുന്ന് മാറ്റി വെറും ചങ്ങല മാത്രം മുറ്റത്തിട്ടതിന്റെ പിന്നില് ഒരു കള്ളക്കളി ഉണ്ട്. എന്താ അത്? ഞാൻ എങ്ങനെയാ നിങ്ങളോടത് പറയാ? പറ കുഞ്ഞാപ്പൂ. വല്ലാതെ നിർബന്ധിച്ചാ പറയാന്നല്ലാതെ. അമ്മിണിക്കുട്ടിക്ക് ഒരു മുറച്ചിറക്കലുണ്ട്, മറ്റൊരു വേലായുധം കുട്ടി. അതും ആനയാ? അതേതാണ്ട് നമ്മളെ പോലെ മനുഷ്യനാ. അവനും അമ്മിണിക്കുട്ടിയും തമ്മില് ജനിച്ച അന്നു മുതൽ പ്രണയത്തിലാ. ശിവ ശിവ. പടി കയറി വരുന്നത് കല്യാണക്കാരാണോ പിരിവുകാരാണോ നോക്കാൻ ആനയെ മറ്റേ വേലായുധം കുട്ടി പഠിപ്പിച്ചിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ആനയെ അവിടുന്ന് മാറ്റിയില്ലായിരുന്നെങ്കിൽ അവൻ നമ്മളെ തിരിച്ചറിഞ്ഞേന്, മതം പൊട്ടും ചെയ്തേന്. എന്റെ അയ്യപ്പ, ഒരാണിനെ മനസ്സിലിട്ട് നടക്കുന്ന പെണ്ണിന് ഒരാന കാവലിരിക്കേ. വളരെ ശക്തമായ പ്രണയമല്ലേ ഇത്? അതെ, ഞാനത് ഇപ്പോഴാ അറിയണത്. ഇതിപ്പോഴെങ്കിലും പറഞ്ഞതിന് വളരെ നന്ദിയുണ്ട് കുഞ്ഞാപ്പൂ. ഞങ്ങൾ ഊരുകയാണ്. ഊരുന്നതിന് ഞാൻ കമ്മീഷൻ മേടിക്കാറില്ല. എന്നാലും ഇരിക്കട്ടെ, ഒരാള് രക്ഷപ്പെട്ടല്ലോ. അതെ, ഈ പിണ്ടൊന്നും ആരും മനക്കി കൊണ്ടുപോണ്ട. അതൊക്കെ അത് അവിടെ ഇട്ടാ മതി. അത്രേ ഉള്ളൂ. ആകെ നാറ്റിച്ചല്ലോ അല്ലേ വാസു? അയ്യയ്യയ്യേ, ആനേനെ ചങ്ങലില്ലാതെ ആരെങ്കിലും മേയാൻ വിടൂ? ഇതൊരു സ്പെയർ ചങ്ങല എന്ന് പറഞ്ഞാൽ പോരായിരുന്നു? അവരെന്താ ആനില്ലാത്ത നാട്ടിൽ നിന്ന് വരുന്നവരാ? ഈ മീശ അങ്ങോട്ട് ചേർത്തൊന്നുകൊണ്ട് കൊടുത്താണ്ടല്ലോ. അബദ്ധായോ കുഞ്ഞാപ്പൂ? പേടിക്കണ്ട. വിശദീകരിച്ച് ചോദിച്ചപ്പോ ഞാൻ ഒരുവിധം പിടിച്ചു നിന്നു. പക്ഷേ അതിലും വലിയൊരു അബദ്ധം വേറെ നടന്നു. അതെന്താ? പാലം കടന്ന് ഇറങ്ങിയപ്പോഴേക്കും നമ്മുടെ വേലായുധം കുട്ടർ അനിയത്തി വിലാസം ഉണ്ടല്ലോ, ആ കുട്ടിന്റെ എതിരെ വരുന്നു. അവർക്ക് പോകാൻ വേണ്ടി വഴിയൊന്നും ഒരുങ്ങിക്കൊടുത്തു. ആ ഒതുക്കവും ആ അച്ചടക്കവും ആ ശാലീനതയും ആ കുലീനതയും ആ തറവാടത്തും ഒന്നും പറയണ്ടല്ലോ മേന്നെ. ആ കുട്ടി അവർക്ക് വല്ലാതെ അങ്ങോട്ട് ബോധിച്ചു. എന്റെ ഭഗവാനെ. ആ കുട്ടിയെ പറ്റി അന്വേഷിക്കാൻ എന്നോട് പറഞ്ഞിരിക്കുക. മാത്രല്ല അതിനു വേണ്ടി 500 രൂപയും തന്നു. അത് ചതിപ്പണിയാ. ഇവിടെ വന്ന MRCP അവിടെ പോയിന്നറിഞ്ഞ ഈ ശങ്കരൻകുട്ടി മേനോൻ പിന്നെ ഒരു കഷ്ണം കയറ് ചെലവാക്കുന്നതാ ബുദ്ധി. സംശയമില്ല, അതന്നെയാ ബുദ്ധി. പക്ഷേ പ്ലാസ്റ്റിക് വേണ്ട, വഴുക്കും. തെളിച്ചു പറ, അത് കലക്കാൻ തനിക്ക് എത്ര പണം വേണം? ശരിക്കും പറഞ്ഞാൽ അത് ഞാനും അമ്മടിയും കൂടി അറിഞ്ഞുള്ള ഒരു കറക്കമ്പനി അല്ലേ കുഞ്ഞാപ്പൂ? കറങ്ങാണ്ട് ജീവിക്കാൻ പറ്റുമെന്റെ വേലായൻകുട്ടി. ഈ ഭൂമി തന്നെ ഒരു കറക്കമ്പനി അല്ലേ? നവിടി. ശരിക്കും പറഞ്ഞ അമ്മണിക്കുട്ടിയുടെ അമ്മയ്ക്കും ഇതൊരു ഷെയർ വേണ്ടതാ. അവർ അത്ര വലിയ പിന്തുണയാണ് ഈ കാര്യത്തിൽ പ്രഖ്യാപിച്ചത്. എന്നോട് കളിക്കണ നാണക്കേട് കാണിക്കുന്നത്? എന്റെ മോൾക്കൊരു കല്യാണം വന്നാൽ കലകരിമിനാര്? എന്താ ആലോചന? 3-4 തറവാട്ടുകാർ വന്ന് നേരാ. അവരെ കാണിക്കാൻ നിങ്ങൾ എന്തിനാ വെറുതെ ആരാന്റെ പിണ്ടവും ചങ്ങലെടുത്ത് മുറ്റത്തിട്ട്? അത് ശരി. അപ്പൊ ഈ മീശയിലാവാസം എടുത്തോണ്ടോടി ആനച്ചങ്ങല അതായിരുന്നു അല്ലേ? സംഗതി നേരാ, ഞാൻ അവരെ കൊണ്ടുവന്നത്. പക്ഷേ ഇവിടെ വന്നതിന് ശേഷമാണ് അമ്മിണിക്കുട്ടി വേലായുധം കുട്ടിക്ക് ബൊക്കടാണെന്ന് അവരറിഞ്ഞത്. അവര് കാര്യം മാറി. ആ പേരും പറഞ്ഞ് നീ എന്റെ കൈക്കൂലി വാങ്ങിച്ചില്ല ചെറ്റേ. അതിലും വലിയ ചെറ്റത്തരല്ലോ താൻ കാണിച്ചത്. എന്താടാ? വേലായുധം കുട്ടിയുടെ പെങ്ങളുടെ കല്യാണം മുടക്കാൻ താൻ കൈക്കൂലി എന്നല്ലോ. എന്റെ ഇതിനൊരു കുടുംബ വഴക്കാക്കി നാറ്റിക്കരുത്. ഇതൊരു ദിവ്യമായ പ്രണയമാണ്. വേലാൻകുട്ടി അമ്മയും മുഹബത്തിലാണെങ്കിൽ അവര് കെട്ടും. അതിനൊരു കൈക്കൂലിയുടെ പ്രശ്നമില്ല. ഇനി ഒരുത്തരും ഇത്തരം കാര്യത്തിന് വേണ്ടി ഇവിടെ കൈക്കൂലി കൊടുക്കാൻ പാടില്ല. അതെ, അധികം ആരും ഇവിടെ വിലസണ്ട. കളരിക്കൽ തറവാട്ടിലെ ശങ്കരൻകുട്ടി മേനാണ് ഈ പറയുന്നത്. ആരായാലും വേണ്ടില്ല, എന്റെ ജീവിതത്തിൽ കള്ളത്തരം കാണിച്ചാൽ തിരിച്ച് ഞാൻ അങ്ങോട്ടും കാണിക്കും. നുള്ളിയെടുക്കാൻ ഒരു മൂക്കുരുവായിട്ടല്ല എന്റെ മോളെ വളർത്തിയത്. എന്റെ അറിവില്ലാതെ ഒരുത്തിനെങ്കിലും എന്റെ മോളെ ആഗ്രഹിച്ചു എന്നറിഞ്ഞാൽ ഏറി വന്നാൽ അവരുടെ കഴുത്തിലൊരു കയറ്. അത്രയല്ലേ ഉള്ളൂ. മേനോനത് പുല്ല.
ഇതാണ് അമ്പലപ്പറമ്പ്. ഇത് അമ്പലത്തിന്റെ തെക്കേ ഗോപുരം. നാളെ കാലത്തെ 9 മണിക്ക് നങ്ങേലിയമ്മയുടെ കൂടെ അമ്മണിക്കുട്ടി അമ്പലത്തിൽ തൊഴുവാൻ വരും. പ്രദക്ഷിണം വയ്ക്കാനെന്നുള്ള ഭാവേന അമ്മ മാറുമ്പോൾ അമ്മണിക്കുട്ടി ദേ ഇതിലേ കടന്ന് വായനശാലയ്ക്ക് അടുത്ത് കാത്തു നിൽക്കുന്ന വേലായൻകുട്ടിയുടെ അടുത്ത് വരും. ഏയ് വേലായുധം കുട്ടി അങ്ങനെ പരസ്യമായിട്ട് കാത്തിക്കാൻ പാടില്ല. ഒരു കാര്യം ചെയ്യാം, ഞാൻ വായനശാലയുടെ അകത്തിരിക്കാം. അതെങ്ങനെ 9 മണിക്ക് വായനശാല തുറക്കൂലല്ലോ. ഞാൻ അതിന്റെ ഇടതുഭാഗത്തുള്ള തൂണിന്റെ അവിടെ മറഞ്ഞു നിൽക്കാം. പക്ഷെ ആളുകൾക്ക് സംശയം തോന്നരുത്. ആ സമയം കുഞ്ഞാപ്പു പഞ്ചായത്ത് ഓഫീസിലേക്ക് പോകുന്ന റോഡിന്റെ വലതുഭാഗത്ത് നിൽക്കുന്ന ചില്ലിത്തെങ്ങിന്റെ ഏതാണ്ട് പകുതിക്ക് കയറി നിൽക്കണം. എന്നാ പിന്നെ കേറി നിലയ്ക്ക് മുഴുവൻ ചെത്തിട്ട് ഇറങ്ങില്ല നല്ലത്. പറയണേ അങ്ങോട്ട് കേക്കടോ. ഇപ്പൊ താൻ കയറുന്നത് ചെത്താനല്ല, ചുറ്റുപാടുകളൊക്കെ ഒന്നൊന്നൊന്ന് നിരീക്ഷിക്കാനാ. ഓ, അപ്പൊ ആരൊക്കെ ഇപ്പൊ എവിടെയൊക്കെയാ? ഞാൻ തെങ്ങുമ്മല്, ഉം. അമ്മിണിയും വേലായുധം കുട്ടിയും വായനശാലയ്ക്കടുത്ത്. ഞാൻ റേസ് ഓഫീസിലേക്ക് പോകുന്ന വഴിക്ക് വണ്ടി തിരിച്ചിട്ട് സ്റ്റാർട്ട് ചെയ്ത് നിർത്തുന്നു. ഉബൈദ് സിഗ്നൽ തന്നാൽ അങ്ങനെ തന്നെ വണ്ടി എടുത്ത് വേലായൻകുട്ടിയുടെ അടുത്ത് ചെല്ലുന്നു. എല്ലാവരും കയറുന്നു. ഞാനൊരു 60-80 കത്തിച്ചു വിടുന്നു. നേരെ റേസ് ഓഫീസിൽ ചെന്ന് വിവാഹം രജിസ്റ്റർ ചെയ്യുന്നു, മടങ്ങുന്നു. സാക്ഷികള് ഒരു 2 പേര് പോരെ? മാതിയുടെ ഇതൊക്കെ ഒരു ധൈര്യത്തിന് വേണ്ടി വച്ചേക്കുക. അപ്പോ നാളെ രാവിലെ 9 മണി മുതൽ പരിപാടി ആരംഭിക്കുന്നു. ആ. ആദ്യം അമ്പലം. സൂക്ഷിക്കണേ മോളെ. അച്ഛൻ അറിയുമ്പോ എന്തൊക്കെയാ നടക്കാൻ പോണെന്ന് എനിക്കറിയില്ല. എന്തായാലും എന്റെ മോള് സമാധാനമായിട്ട് പോകും. എന്താ വേലാൻകുട്ടി നീ ഇവിടെ ഒറ്റയ്ക്ക് നിൽക്കുന്നേ? ഒന്നുമില്ല. ഇപ്പോ ട്യൂഷനൊന്നും പോകുന്നില്ലേ? എന്താ അവിടെ വല്ല പ്രശ്നമല്ലോ ഉണ്ടായോ? ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല, പോണില്ല, അത്ര തന്നെ. അല്ല, ഈയിടെയായിട്ട് നീ വളരെ മോശമായിട്ടുണ്ടല്ലോ. വിളവൊന്നും വലിയ സുഖമില്ല ഏട്ടാ. അതാ. വിളവിന്റെ കാര്യം ഒന്നും പറയണ്ട. അതെ, ഒന്നും പറയണ്ട. ചേട്ടൻ ചെല്ല്, മനുഷ്യൻ ചിരിക്കില്ലേ? എനിക്ക് തീർന്നില്ലടാ. പക്ഷെ എനിക്ക് ധൃതിയുണ്ട്. ചേട്ടൻ പോ, 9:30 ബസ് പോവും. ആട്ടെ, മുത്തശ്ശിക്ക് ഇപ്പൊ എങ്ങനെയുണ്ട്? മുത്തശ്ശിക്ക് ഒരു കുഴപ്പമില്ല. അല്ല, പനിയൊക്കെ ആയിട്ട് കിടപ്പാന്ന് പറഞ്ഞിട്ട്. മുത്തശ്ശിക്ക് അമ്മയ്ക്ക് അപ്പുറം യാതൊരു കുഴപ്പമില്ല. ചേട്ടൻ ചെല്ല്. സത്യം പറഞ്ഞാ നീ എന്തിനാ ഇവിടെ നിൽക്കണേ? ഞാനിവിടെ നിൽക്കണതാ, ഒരു പെണ്ണ് വരാന്ന് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ തമ്മിൽ ഒളിച്ചോടാനുള്ള പരിപാടിയാ. രജിസ്റ്റർ മാരേജ് ചെയ്യാൻ. എന്താ മതിയാ? ഏതാ പെണ്ണ്? നിന്റെ കെട്ടിയോള് നാരായണി. വിട്ടോ വിട്ടോ, അവര് പുറപ്പെട്ടു കഴിഞ്ഞ്. വിട്ടോ. വണ്ടി സ്റ്റാർട്ട് ആവണില്ലടോ. ഇതുകൊണ്ട് വർഷാപ്പിക്കളാ. പ്ലാനൊക്കെ തെറ്റി. സമയത്തായെന്നറിയോ? വണ്ടി സ്റ്റാർട്ട് ആവണില്ലടോ. അയ്യോ, കാലിമ കാലും കയറ്റിയിരിക്കാതെ ഇറങ്ങിയ വണ്ടി ഒന്നള്ളു. എന്നാ ഇറങ്ങാൻ സമയമില്ല. എന്തൊരു കഷ്ട നോക്കണത്. അമ്മണി കുഞ്ഞ് വീട്ടിലേക്ക് പോ, അല്ലെങ്കിൽ കത്തി വീശും. പോടാ, ആണും പെണ്ണും കെട്ടവൻ, സ്നേഹമില്ലാത്ത ജന്തു. എനിക്ക് സ്നേഹമില്ലെന്ന് ആരാ പറഞ്ഞത്? അല്ലെങ്കിൽ ഞാൻ നേരത്തെ കത്തി വീശന. അയ്യോ വേലൻകുട്ടി മോനെ കൈ. വണ്ടി എടുക്ക. വണ്ടി എടുക്കാൻ പറ്റില്ല. കേരള വണ്ടി സ്റ്റാർട്ട് ആവണില്ല. ജീവനോടെ പോല അവിടെ നിന്നോ. ഇന്ന് നിന്റെ അവസാനങ്ങളാ. ഞാൻ ഓടിയിട്ട് എത്തണില്ല. ഇത് വഴി കൂടുതലായോ? ബസ് ഒന്ന് നിന്നേ. എന്തിനാ മോനെ? ബസ് ഒരു മിനിറ്റ്. എന്താ മോനെ? ഞാൻ ഒന്ന് ഇപ്പൊ വരാം. ഒരു കാര്യം പറയാനാ. എന്ത് കാര്യമുണ്ട്? നമുക്ക് പിന്നെ സൗകര്യമായിട്ട് പറയാം. ഒരു മിനിറ്റ്. എന്താ മോനെ? അയ്യോ,
നിന്നെ വേണ്ട, ഇത് മതി. എടാ തെണ്ടി, ദൈവം എന്റെ കൂടെയുണ്ട്. എടി, നിന്റെ ഒരു ഒളിച്ചോട്ടം ഈ തന്തയ്ക്ക് ഇത്രയും ബുദ്ധിയില്ലാന്ന് വിചാരിച്ചോടി. നടകൾ നിന്നെ മാറി നിൽക്കാൻ. നീയാണ് ഇവളുടെ ഗുണകാംക്ഷ. അറിയാം, എനിക്കെല്ലാം എന്റെ മാനം നീ എല്ലാരും കൂടെ എന്റെ മോളെ കൊന്നു. ശവം തിന്നുന്ന പട്ടി. മിണ്ടരുത്. എടാ ദ്രോഹി, അവള് നിനക്ക് എത്ര ചോറ് വിളമ്പി തന്നിട്ടുണ്ടോ? ഇത്ര അതെല്ലാം ദഹിച്ചോ? നന്നാക്കാൻ പറ്റുമെന്ന് ഞാനൊന്നും നോക്കട്ടെ. ഏതായാലും നിന്ന് കത്ത് കണ്ടു. ഇനി അതിൽ എണ്ണ ഒഴിക്കണ്ട. ചത്തോ? നീ ആരാടാ അത് ചോദിക്കാൻ? ചത്ത കുഴിച്ചിടും, എന്നിട്ട് അടിയന്തരത്തിന് വിളിക്കും. ഉള്ള സൗജന്യം വാങ്ങാൻ അപ്പ വരുന്നതല്ലടാ നല്ലത്. നീ പോടാ. പ്രായം കൊണ്ട് എന്റെ അച്ഛൻ നിങ്ങളെയൊക്കെ ചെറുപ്പ. ആദ്യം തർപ്പണം ചെയ്യേണ്ട അച്ഛനാ, അത് കഴിഞ്ഞേ അമ്മാവൻ വരൂ. അതാ കൈവയ്ക്കാത്തത്. എന്നെ നീ അധികം വിളയരുത് അമ്മാവാ. നിങ്ങളെ കൊണ്ട് ഒരടി മുന്നോട്ട് വെപ്പിക്കാതെ അമ്മിണിക്കുട്ടി വീട്ടിലെത്തിക്കാൻ എനിക്കറിയാം. അവക്ക് എന്തെങ്കിലും സംഭവിച്ചോ അവളുടെ ദേഹ തുരിതരി മണ്ണ് വീണാ നിങ്ങൾ അഴിയണ്ണും, ഞാൻ എണ്ണിക്കും. വേലായുധം കുട്ടിക്ക് അമ്മണിയോട് സ്നേഹ, അമ്മണിക്ക് വേലായുധം കുട്ടിയോടും. എന്താ ഈ നാട്ടിൽ സ്നേഹിക്കാൻ പാടില്ലേ? ഈ ദുഷ്ടന് സ്നേഹത്തിന് വില അറിയാത്ത എന്താ ഞങ്ങളുടെ കുറ്റ? നിങ്ങളെ ഞാൻ പാടാ മോനെ, ഈ പരട്ടയോടൊക്കെ സംസാരിച്ചിട്ട് എന്താ കാര്യം? കൊണ്ട് പോടാ. എന്റെ മോളെ കെട്ടാൻ ഒരു യോഗ്യം വന്നിരിക്കുന്നു. കാക്കാശിന് വകയില്ലാത്ത തെണ്ടി. അമ്മണിയെ കെട്ടിയ പിന്നെ സുഖായില്ലേ? ഇഷ്ടം പോലെ നിലം, ഇഷ്ടം പോലെ നാളികേരം, കേറിക്കിടക്കാൻ വീട്, കാര്യങ്ങൾ നോക്കാൻ കാര്യസ്ഥന്മാര്. കല്യാണം കഴിക്കുന്ന പെണ്ണിനെ പോറ്റാൻ അമ്മയുടെ കെട്ടുതാലി പണയം വെക്കേണ്ട ഗതിയേടാ നിനക്ക്. അത് തന്നെ ഉണ്ടോന്ന് ആർക്കറിയാം? നായർ അത് നേരത്തെ എടുത്ത് പണയം വെച്ചിട്ടുണ്ടെങ്കിലോ? ഞാൻ താലിയെ പണയം വെക്കൂ, നിന്റെ തന്തയെ പോലെ മറ്റൊന്നും പണയം വെക്കാറില്ല. തന്റെ മോനോട് ഒരു കത്തിയും വാങ്ങി പോയി ചെരക്കാൻ പറ. 2 ദിവസത്തേക്ക് ഈ താടി ഒന്ന് നീട്ടിക്കൊടുക്ക്, അവനൊന്ന് പഠിക്കാലോ. പോട്ടറാ, ഇതൊന്നും സാരമാക്കണ്ട. നീ ഒന്ന് കുളിച്ചാ മതി, ഇതൊക്കെ കഴുകി പോവും. പക്ഷെ അവനോ? വാടാ. മതി.